സുരേഷ് ബാബു, ഇവിടെ ഇപ്പോൾ എ സജീവൻ ചൂണ്ടിക്കാണിച്ചതാണ് ഈ പ്രശ്നത്തിന്റെ മർമ്മം. സോളാർ വിഷയത്തിൽ സരിത എസ് നായരും, അതായത് ക്രിമിനൽ പശ്ചാത്തലമുള്ള സരിത എസ് നായരും ബിജു രാധാകൃഷ്ണനും ഇപ്പോൾ നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ഫയാസിനുമെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉള്ള പേഴ്സണൽ സ്റ്റാഫുമായി എല്ലാം അടുത്ത ബന്ധം പുലർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത് മിടുക്കനായ ഇന്റലിജൻസ് മേധാവി നൽകിയ വിവരങ്ങളെ അവഗണിച്ചതുകൊണ്ട് കൂടിയല്ലേ? അല്ലേ, ഈ സജീവ പറഞ്ഞ കാര്യങ്ങളാണ് മർമ്മം എന്ന കാര്യത്തിനോട് യോജിക്കാൻ എനിക്ക് നിർവാഹമൊന്നുമില്ല. ഗവൺമെൻറ്റിൻ്റെ കുറേ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ്റിന് ആവശ്യമുള്ള റെക്കോർഡുകൾ ഉണ്ടാക്കണം, ഗവൺമെൻറ്റിന് ആവശ്യമായ ഡാറ്റാ ബേസുകൾ സൃഷ്ടിക്കണം. അതിന് ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, ഗവൺമെൻറ്റിൻ്റെ തലവന്മാർ അതിന് വേണ്ടുന്ന നടപടികൾ എടുക്കും. അതിന് എല്ലാത്തിനെയും സരിതയിലൂടെയും ബിജു രാധാകൃഷ്ണനിലൂടെയും ഫയാസിലൂടെയും കാണാൻ ശ്രമിക്കുന്നതാണ് ഈ നാട്ടിലെ ഇപ്പോഴത്തെ കുഴപ്പം. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകുന്ന എല്ലാ നടപടികളിലും ഒരു ഭാഗത്ത് സരിതയെ വയ്ക്കും, അപ്പുറത്ത് തന്നെ ബിജുവിനെ വയ്ക്കും, പിന്നെ ഫയാസിനെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലെല്ലാത്തിനും ഇങ്ങനെ കാണുകയാണ്. ഓരോ ആളുകൾ തട്ടിപ്പ് നടത്തുന്ന വൃത്തികേടുകൾ കാണിക്കുന്ന ആളുകളെല്ലാം ഏതെങ്കിലും രാഷ്ട്രീയക്കാരെയും ഉദ്യോഗസ്ഥന്മാരെയും ഒറ്റയ്ക്ക് കൂട്ടുപിടിക്കാൻ ശ്രമിക്കും. ജനങ്ങളുമായി വ്യഗ്രതയോടുകൂടി ബന്ധപ്പെടുന്ന രാഷ്ട്രീയ നേതൃത്വം അറിഞ്ഞോ അറിയാതെയോ അതിലൊക്കെ ചെന്ന് ചാടിപ്പോകും. അത്തരം ആളുകളെ നിയന്ത്രിക്കാനുള്ള നടപടികൾ കൂടിയായിട്ടാണ് ഇപ്പോൾ ഇത് ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ അബ്ദുൽ ഖാദർ, കൂട്ടുപിടിക്കാൻ ശ്രമിക്കും ക്രിമിനലുകൾ. സുരേഷ് ബാബു, താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രമത്തിനു വേണ്ടി ക്രിമിനലുകൾ എപ്പോഴും ഉന്നതാധികാരങ്ങളിൽ ഇരിക്കുന്നവരെ കൂട്ടുപിടിക്കാൻ ശ്രമിക്കും. ആ ശ്രമം വിജയിക്കുന്നു എന്നതാണ് ഇവിടെ കണ്ട സവിശേഷത. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്രമാത്രം നഗ്നമായിട്ട് ഈ വൃത്തികെട്ടവരുമായിട്ട് ഉണ്ടാക്കിയ കൂട്ടുകെട്ട് ഇതിനു മുമ്പ് ഏതെങ്കിലും ഗവൺമെൻറ് കാലത്ത് ഉണ്ടായിട്ടുണ്ടോ? കോൺഗ്രസ് തന്നെ ഭരിച്ച സന്ദർഭത്തിൽ മുഖ്യമന്ത്രിമാരുടെ ഓഫീസ് ഇങ്ങനെ ഏറ്റവും വൃത്തികെട്ടവർക്ക് വേണ്ടി തുറന്നിട്ട് കൊടുത്തിരുന്നോ? ഇല്ലല്ലോ. ഇത് കേരളത്തിൽ സമീപകാലത്തുണ്ടായത് വളരെ ബോധപൂർവം ഉണ്ടാക്കപ്പെട്ടൊരു കാര്യമാണ്. ശ്രീ സുരേഷ് ബാബു പറയുന്ന പോലെ ആരെങ്കിലും സരിതയെയും ബിജുവിനെയും ഫയാസിനെയും ഒരു പക്ഷത്ത് പ്രതിഷ്ഠിക്കുന്നതല്ല. ഇത് മറ്റാരെങ്കിലും ഉണ്ടാക്കിയ ഇഷ്യൂ ആണോ? അല്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ വന്നുപെട്ട ഈ സംഭവങ്ങളിൽ നിന്ന് മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭ്യാസം മാത്രമാണ് ഡാറ്റാ ബാങ്ക് ഉണ്ടാക്കുമെന്ന കാര്യമൊക്കെ പറയുന്നത്. നമുക്കറിയാലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി വരുന്ന ആളുകളെക്കുറിച്ച് കൃത്യമായിട്ട് ഇൻഫർമേഷൻ ഉണ്ടാവും, ഒരു സംശയമില്ല കാര്യത്തിൽ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരുന്ന ആളുകളെ കുറിച്ചുള്ള ഇൻ്റലിജൻസ് വിവരങ്ങൾ ഉണ്ടാവും. ഒരു തവണ വരുന്നവരെ കുറിച്ചല്ല, തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് ആരും അറിയില്ലേ? ഇവിടെ ഒരു സുപ്രഭാതത്തിൽ സെക്രട്ടേറിയറ്റിൽ ഒരു നിമിഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി വന്ന ഒരു സംഭവം അല്ലല്ലോ. തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്ന ബന്ധങ്ങൾ, തുടർച്ചയായിട്ട് ഇവിടുന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തതിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് പിന്നെന്താ പറയുക, സുരേഷ് ബാബു പറയുന്ന പോലെ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ വഷളാവുകയുള്ളൂ. അതിന് രക്ഷപ്പെടാനൊന്നും യാതൊരു മാർഗവുമില്ല. ശ്രീ സുരേഷ് ബാബു, ഡാറ്റാ സെന്റർ കൈമാറ്റ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മന്ത്രിസഭാ തീരുമാനങ്ങൾ ചോർത്തിക്കൊടുക്കാൻ ഒരു മന്ത്രി ഉണ്ടല്ലോ എന്ന് പറഞ്ഞത് PC ജോർജാണ്. അല്പം മുമ്പ് ടെലിഫോൺ ലൈനിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് താങ്കൾ കേട്ട് കാണും. മന്ത്രിമാരുടെ ഓഫീസുകളിൽ ക്രിമിനലുകൾ എത്തുന്നത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ, ഓരോ കാര്യങ്ങളും ഒന്ന് വിടാതെ ഇന്റലിജൻസ് മേധാവി അറിയിക്കേണ്ടവരെ അറിയിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ആരോപണ വിധേയരായവർ അല്ലെങ്കിൽ പ്രതി ചേർക്കപ്പെടുന്നവർക്ക് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെ ഓഫീസുമായി ഉള്ള ബന്ധത്തിന്റെ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് താങ്കൾ പറയുന്നത് ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കുക എന്ന സതുദ്ദേശപരമായ നീക്കമായിരുന്നു DGP അയച്ച കത്തെന്ന്. അതിനെ അബ്ദുൽ ഖാദർ പ്രതിപക്ഷത്തു നിന്ന് പറയുന്നു മാത്രമല്ല, സാമാന്യ യുക്തിയിലും ബുദ്ധിയിൽ പോലും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് താങ്കളുടെ വാദങ്ങൾ. അത് എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. ഒരു വളരെ വ്യക്തമായ ചില സമീപനങ്ങളും മുൻവിധികളും ധാരണകളും വെച്ചുകൊണ്ട് സംസാരിക്കുന്നതിനോട് വിയോജിക്കാൻ, വളരെ വിനയത്തോടു കൂടി വിയോജിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ ഇഷ്ടപ്പെടുന്നതും. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകൾ ഏതെങ്കിലും ഭാഗത്തു നിന്നുണ്ടെങ്കിൽ ഭാവിയിൽ അത് തിരുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി ഡാറ്റാ സെന്റർ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഡാറ്റാ ബേസ് കളക്ഷൻ ഉണ്ടാക്കുന്നു. അതിന് എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു സരിതയുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കുന്നില്ല.
PC ജോർജിന്റെ എല്ലാ പരാമർശങ്ങൾക്കും മറുപടി പറയാൻ ഞാൻ ആളല്ല. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ്, അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് എനിക്കിപ്പോഴും പറയാൻ കഴിയില്ല. ഞാൻ ആ ലെവലിലുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ആളുമല്ല. പക്ഷെ ഒരു വസ്തുത ഞാൻ മനസ്സിലാക്കുന്നു, ഈ ഗവൺമെന്റിന്റെ കാര്യത്തിൽ തിരുത്തലുകൾ ആവശ്യമുള്ളപ്പോൾ തിരുത്താൻ വേണ്ടി ഉള്ള നടപടികൾ എടുക്കുന്നു. ക്ലിയർ ചെയ്യേണ്ടതുണ്ട്, അതിനെ ശുദ്ധീകരിച്ചെടുക്കേണ്ടുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് നീങ്ങുന്നു. അങ്ങനെ വരുന്ന ഒരു തിരുത്തൽ പ്രക്രിയയെ പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സമീപനം മാധ്യമ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വേദനാജനകമാണ്. സജീവൻ, ഈ തിരുത്തൽ എവിടെ നിന്നാണ് ഉണ്ടാവേണ്ടത്? പോലീസിന്റെ ഭാഗത്തു നിന്നോ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കിയത് കൊണ്ടോ ഇത് തിരുത്തപ്പെടുമോ? ഈ തിരുത്തലിൽ അല്ലെങ്കിൽ ഇന്ന് നടത്തിയ ഈ നടപടി കൂടുതൽ അപഹാസ്യത മാത്രമല്ലേ ഉണ്ടാക്കുന്നുള്ളൂ? സുരേഷ് ബാബു പറഞ്ഞ പോലെ പിഴവുണ്ടെങ്കിൽ തിരുത്തണം, നല്ല നടപടിയാണ്, സംഭവിച്ചു. പക്ഷെ എനിക്ക് എന്റെ ഒരു ചോദ്യം, സുരേഷ് ബാബുവിനോട് ചോദിക്കാനുള്ള ചോദ്യം, ഈ ഇത്രയും കാലത്ത് നടന്നുള്ള ഈ സംഭവങ്ങളുണ്ടല്ലോ, തിരുത്തൽ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തിരുത്താൻ ഒരു സ്റ്റെപ്പ് മുന്നോട്ടേക്ക് വെക്കുന്നതിന് മുമ്പ് DGP പറഞ്ഞതുപോലെ DGP പറഞ്ഞ മന്ത്രിമാരുടെ ഓഫീസുകളിൽ ഈ ക്രിമിനലുകൾ വിഹാര കേന്ദ്രമാക്കിയിരിക്കുന്നു. അത് എത്ര കാലമായിരുന്നു? ഈ ഭരണം തുടങ്ങിയത് മുതലോ ഇതിനു മുമ്പത്തെ LDF ഭരണത്തിന്റെ കാലത്തൊക്കെ ഉണ്ടാവാം. ഇത് ഈ ക്രിമിനലുകൾ നമ്മുടെ നാടിന് എത്രമാത്രം ദ്രോഹമുണ്ടാക്കി, എത്രമാത്രം സാമ്പത്തികമായി തകർക്കാൻ ശ്രമിച്ചു, രാജ്യദ്രോഹപരമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, എന്തെല്ലാം അനാശാസ കാര്യങ്ങൾ ചെയ്തു. ഇത്തരം കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. ഇതൊന്നും നടന്നതൊക്കെ നടന്നു, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട എന്ന് പറയുന്ന ഒരു പഴയ രീതിയുണ്ട്. ആ രീതിയല്ല വേണ്ടത്. തിരുത്തൽ അത്യാവശ്യം, തിരുത്തൽ ഉണ്ടായേ തീരൂ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അത് DGP പറഞ്ഞാലും ആര് പറഞ്ഞാലും അത് ആവശ്യമാണ്. തിരുത്തൽ ഉണ്ടാക്കിയില്ലെങ്കിൽ ജനം തിരുത്തിക്കും, അത് വേറൊരു കാര്യം. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് തിരുത്താൻ നമ്മൾ പോകുന്ന സമയത്ത് തന്നെ ഈ കുഴപ്പങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കി, എന്തെല്ലാം കുഴപ്പം സംഭവിച്ചു, അത് ഏതൊരു കാര്യത്തിനും നമ്മളൊരു ഒരു കാര്യം റെക്ടിഫൈ ചെയ്യുമ്പോൾ അതിന് എന്തെല്ലാമാണ് കുഴപ്പങ്ങൾ ഉണ്ടായത്, എത്രമാത്രം നഷ്ടമുണ്ടായി, എത്രമാത്രം പ്രയാസങ്ങൾ ഉണ്ടാക്കി, എത്രമാത്രം നമ്മളെ രാജ്യത്തെ കൊള്ളയടിച്ചു, സംസ്ഥാനത്തെ കൊള്ളയടിച്ചു, ഇത്രയും കാര്യങ്ങൾ അറിയേണ്ടതില്ലേ? ഈ പറയുന്ന സരിതയെക്കുറിച്ചും ബിജു രാധാകൃഷ്ണനെ കുറിച്ചും ഷാലു മേനോനെ കുറിച്ചും ഫായിസിനെ കുറിച്ചും ഒന്നും സംസാരിക്കരുത്. ശ്രീ സജീവൻ, നേരത്തെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ കുറിച്ചുള്ള ഒരു ഡാറ്റാബേസ്, ഒരു സെക്യൂരിറ്റി അലേർട്ട് സിസ്റ്റം തയ്യാറാക്കാനാണ് ഇപ്പോൾ DGPയുടെ നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു സെക്യൂരിറ്റി അലേർട്ട് സിസ്റ്റത്തിന്റെ അഭാവമാണോ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉള്ളവരുമായും ഒക്കെ ക്രിമിനലുകൾക്ക് ബന്ധമുണ്ടാകുന്നതിനുള്ള കാരണം? അതല്ലാതെ നേരത്തെ PC ജോർജ് പറഞ്ഞതുപോലെ ഇതിനെല്ലാം സംബന്ധിച്ചിട്ടുള്ള ഇന്റലിജൻസ് വിവരങ്ങൾ ഇവർക്ക് ലഭ്യമല്ലേ? ആ അർത്ഥത്തിൽ ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം അറിയാതെ മന്ത്രിമാരും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവരും എല്ലാം അകപ്പെട്ടു എന്ന് കരുതാനാകുമോ? ഒരുപക്ഷെ DGP പറയുന്ന പോലെ ഒരു കുറ്റമറ്റ ഒരു ഡാറ്റാബേസ് നമ്മുടെ അടുത്ത കയ്യിൽ ഉണ്ടായെന്ന് വരില്ല. കാരണം അത് ഒരുപക്ഷെ ഉണ്ടായില്ല. പക്ഷേ ഇവിടെ ഈ കാര്യങ്ങൾ അറിയുന്നില്ല എന്ന് പറയുന്നത്, ഇന്റലിജൻസ് സംവിധാനം എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും ഉള്ളതല്ല. അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്തെല്ലാമാണ് നടക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിൽ വരുന്ന ആളുകളെയും പോകുന്ന ആളുകളെയും ഒക്കെ ശ്രദ്ധിക്കും. നമ്മളൊക്കെ പലതവണ കയറി ഇറങ്ങിയ സ്ഥലമാണല്ലോ. സുരേഷ് ബാബു പലവണ പോയിരുന്ന അവിടെയൊക്കെ നമ്മുടെ ഓരോ കാര്യങ്ങളും സ്ഥിരമായിട്ട് വരുന്ന ആളുകളുണ്ടെങ്കിൽ അവര് എന്ത് കാര്യത്തിന് വരുന്നു, ആരെ കാണുന്നു എന്നുള്ള കാര്യമൊക്കെ അവിടെ നിരീക്ഷിക്കുന്നുണ്ട്. അതിന് സംവിധാനമുണ്ട് അവിടെ. ഈ ക്യാമറയുടെ കാര്യത്തിൽ ക്യാമറയുടെ വിവരങ്ങൾ 4 ദിവസം കൊണ്ട് മാഞ്ഞു പോകുമെന്ന് പറയുന്ന ഒരു സംഭവം അതുപോലും ശരിയായ രീതിയിലല്ല എന്ന ആരോപണം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് കാര്യങ്ങൾ അറിയാത്തതല്ല. ഇനി DGP പറയുന്ന രൂപത്തിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു മറ്റു സംസ്ഥാനങ്ങളിലോ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉള്ള പോലെ ഒരു കുറ്റമറ്റ ഒരു ഡാറ്റാ ബാങ്ക് നമ്മുടെ കയ്യിൽ, ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളുടെ ഒരു ഡാറ്റാ ബാങ്ക് ഇല്ല എന്നാൽ അത് ഉണ്ടാക്കിയെടുക്കും. പക്ഷെ ഇതിന്റെ അർത്ഥം നമുക്ക് അതുകൊണ്ടാണ് പരാജയം സംഭവിച്ചത് അതെന്നുള്ളതല്ല. നമുക്ക് തെളിവുകളും വിവരങ്ങളും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതല്ല. ഈ സംസ്ഥാന സർക്കാരിന്റെ ചീഫ് വിപ്പാണ് ഇപ്പൊ കുറച്ചു മുമ്പ് നമ്മളോട് പറഞ്ഞു ഇതെല്ലാം അന്വേഷിക്കാൻ യോഗ്യനായ പ്രാപ്തനായ ADGP ഉണ്ട്, അദ്ദേഹം ഇതെല്ലാം അന്വേഷിച്ചിട്ടുണ്ട്, അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട്, എന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹമാണ് പറഞ്ഞത്. അപ്പൊ ഡാറ്റാബേസ് അല്ല പ്രശ്നം. നമുക്കൊരു കുറ്റമറ്റ ഡാറ്റാ ബാങ്ക് ഉണ്ടാക്കാൻ അതുണ്ടാക്കിക്കോട്ടെ. തിരുത്തലുകൾ ആവശ്യമാണ്, പിഴവുകൾ തിരുത്തണം. പക്ഷേ ഇതൊക്കെ തിരുത്തുന്ന സമയത്ത് പോലും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടായിരുന്നു സംഭവിച്ചതെന്നല്ല പറയേണ്ടത്. ശ്രീ സുരേഷ് ബാബു, ഇത് തന്നെയാണ് പ്രശ്നം. രാഷ്ട്രീയമായി ചില തിരുത്തലുകൾ അനിവാര്യമായി വന്നിരിക്കുന്നു. നേരത്തെ മുഖ്യമന്ത്രിയുടെ ഗൺമാനായിരുന്നയാളാണ് ഇത്തരം
ഹീനമായ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്ന വിവരങ്ങൾ പിന്നീട് പുറത്തു വന്നത്. അദ്ദേഹമാണ് കോഴിക്കോട്ട് വന്ന് ഒരു പട്ടാപ്പകൽ ഗുണ്ടാ സംഘത്തെ പോലെ പെരുമാറിയത്. അതിനുശേഷവും നിരന്തരമായ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പുറത്തു വന്നു. അപ്പോഴാണ് അതിലേക്കാണ് ഫൈസ് കൂടി കൂട്ടിച്ചേർക്കപ്പെടുന്നത്. താങ്കൾ പറയുന്നത് പോലെ, താങ്കൾ വാദിക്കുന്നത് പോലെ ഇത് കേവലം മാധ്യമങ്ങളുടെ ഒരു സൃഷ്ടിയോ ഒരു പ്രചാരവേലയോ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളോ മാത്രമല്ല, വിവരങ്ങളാണ്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് പ്രസാദിനും മനസ്സിലായില്ല, അതുപോലെ തന്നെ സജീവനും മനസ്സിലായില്ല. ഞാൻ ഇക്കാര്യങ്ങൾ ഇങ്ങനെയൊന്നും നിങ്ങൾ പറഞ്ഞ പോലെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ സരിത, ബിജു, ഫയാസ് അതുപോലെയുള്ള ആരെങ്കിലും തെറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം മറക്കട്ടെ, അതിനി കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അത് പോവട്ടെ, വീണ്ടും പുതിയത് വരാതിരുന്നാൽ നോക്കിയാൽ മതി എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ആവർത്തിക്കാതിരിക്കാൻ ശക്തമായി ഗവൺമെന്റിന്റെ തലത്തിൽ ആവശ്യമെന്ന് തോന്നുന്ന പ്രിക്കോഷണറി മെഷേഴ്സ്, പ്രതിബദ്ധതാപരമായ നടപടിക്രമങ്ങൾ അവർ ആവിഷ്കരിക്കുന്നു. അതിനെ എന്തിനാണ് വിമർശിക്കുന്നത് മാധ്യമം? അതാണ് എൻ്റെ ചോദ്യം. ഞാൻ ചോദിക്കുന്നത് വളരെ വിനയത്തോടു കൂടി നിങ്ങൾ കേൾക്കണം. ഇത്തരം ചില നടപടികൾ ആവശ്യമുണ്ട് എന്ന് ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റിന് തോന്നുന്നത് നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ എന്തിനാണ് അതിനെ വിമർശിക്കുന്നത്? ഈ പറഞ്ഞ ഏതെങ്കിലും ആളുകൾ നടത്തിയിട്ടുള്ള ഒരു കുറ്റവും വേണ്ടെന്ന് വെക്കാനോ അതിനെ ലഘൂകരിക്കാനോ ഒന്നും ഈ ഗവൺമെന്റ് ശ്രമിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. ഇത്തരം നീക്കങ്ങളെ, ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കാനുള്ള പോലീസിന്റെ നീക്കങ്ങളെ സദുദ്ദേശപരമായി താങ്കൾ പറയുമ്പോൾ, മറുഭാഗത്ത് മൂടപ്പെടുന്നത് സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ടവർക്ക് മുഖ്യമന്ത്രിയുടെ സ്റ്റാഫുമായി ഉണ്ടായിരുന്ന ബന്ധവും, ഇപ്പോൾ നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പിടിയിലായ ഫയാസിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള ബന്ധവും, പോലീസ് പിടികിട്ടാപ്പുള്ളികൾ എന്ന് പറയുന്നവർക്ക് വരെ പല മന്ത്രിമാരുടെയും ഓഫീസുമായി ബന്ധമുണ്ട് എന്ന് പറയുന്ന DGP പറഞ്ഞിട്ടുള്ള വസ്തുതകളുടെ മേൽ മറ വീഴുകയാണ് താങ്കൾ ഇപ്പുറത്തെ ഭാഗത്ത് ഇത് സദുദ്ദേശപരമെന്ന് പറയുമ്പോൾ. വിവാദമായ പല വിഷയങ്ങളിലും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഓഫീസ് ഇടപെട്ടിട്ടുണ്ട് എന്ന ആക്ഷേപം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. ഒരിക്കലും ഉണ്ടാവുകയില്ല. ഈ മാധ്യമ സത്യയോടുകൂടി തന്നെ എനിക്ക് പറയാൻ കഴിയും, ഏതെങ്കിലും തരത്തിൽ ഇതുവരെ പ്രതി ചേർക്കപ്പെട്ടിട്ട് അവർ കുറ്റവാളികളാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ള ആളുകളെ ഒരു തരത്തിലും രക്ഷപ്പെടുന്നതിന് ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കവും ഉണ്ടാവുകയില്ല. ആരെയും രക്ഷപ്പെടുത്തണമെന്ന് ഗവൺമെന്റിന് പ്രതിബദ്ധതയോ ഗവൺമെന്റിന് ആലോചനയോ ഇല്ല. കുറ്റം ചെയ്തിട്ടുള്ള ആളുകൾ നിയമത്തിന് വിധേയമാവുകയും നിയമത്തിന്റെ വഴിയിലൂടെ പോവുകയും ചെയ്യുമെന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എല്ലാ കാലവും ആവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരും രക്ഷപ്പെടുകയില്ല. സരിത എസ് നായർക്കും ബിജു രാധാകൃഷ്ണനും ഫയാസിനുമെല്ലാം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞത് ഈ ഡാറ്റാബേസ് ഇല്ലാത്ത ഒരൊറ്റ കാരണം കൊണ്ടാണെന്നാണ് താങ്കൾ പറയുന്നത്. ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്തത് എന്തിനാണ് നിങ്ങൾ എന്നിൽ ആരോപിക്കുന്നത്? ഡാറ്റാബേസ് ഉണ്ടാക്കണമെന്ന് ഗവൺമെന്റ് ആലോചിക്കുന്നത് ഇത്തരം സംഭവങ്ങളും സാഹചര്യങ്ങളും ആവർത്തിക്കരുത് എന്ന സതുദ്ദേശത്തിനോടുകൂടി മാത്രമാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞത് അർത്ഥമുള്ളൂ. യെസ്, നിലപാട് വ്യക്തമായി. ശ്രീ KV അബ്ദുൽ ഖാദർ, അത് സദുദ്ദേശപരമാണ്. അങ്ങനെയെങ്കിൽ ഇനി ഇത്തരം ക്രിമിനൽ സംഘങ്ങളൊന്നും മന്ത്രിമാരുടെ ഓഫീസുകളിൽ കയറുകയില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാനാവും. പാവം സുരേഷ് ബാബു, എനിക്ക് അങ്ങനെ മാത്രമേ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളൂ. കാരണം ഇവിടെ സലീം രാജിനെ കുറിച്ച് പറഞ്ഞു. ഇത്തവണ UDF അധികാരത്തിൽ വരുന്ന സമയത്ത് ഇൻ്റലിജൻസിൻ്റെ ഒരു റിപ്പോർട്ട് സലീം രാജിനെ കുറിച്ച് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശ്രീ ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ സലീം രാജിനെ പോലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളെ ഗൺമാനായിട്ട് എടുക്കരുത് എന്ന് കൃത്യമായിട്ട് പിന്നെ നിർദ്ദേശമുണ്ടായിരുന്നു. എന്തുകൊണ്ട് അത് ലംഘിക്കപ്പെട്ടു? രണ്ടാമത്തെ പ്രശ്നം, സലീം രാജ് ഈ ക്രിമിനൽ കൃത്യങ്ങളിലെല്ലാം പങ്കാളിയായി എന്ന് തെളിയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വന്ന ശേഷവും സംസ്ഥാനത്തെ ഹൈക്കോടതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് ഹാജരായി. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സലീം രാജിൻ്റെ 2 മാസത്തെ കോൾ ലിസ്റ്റ് പോലീസ് പിടിച്ചെടുത്ത് കോടതിയിൽ നൽകണം എന്ന സിംഗിൾ ബെഞ്ച് വിധിക്കെതിരായിട്ട് ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ ഹാജരായത് അഡ്വക്കേറ്റ് ജനറലാണ് സർക്കാരിന് വേണ്ടി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയാതെ നടന്നു എന്ന് ബഹുമാനപ്പെട്ട ശ്രീ സുരേഷ് ബാബുവിനെ പോലുള്ള ആളുകൾ പറയുന്നത് സത്യത്തിൽ അപഹാസ്യമാണ്. ഒരു സർക്കാരിനെ അതിൻ്റെ വീഴ്ചകളെ ഇങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങൾ അവജ്ഞയോടെ കാണൂ എന്ന് ശ്രീ സുരേഷ് ബാബുവിനെ പോലുള്ള ആളുകൾ ഓർക്കുന്നത്
കാണുന്നത് നന്നായിരിക്കുമെന്നാണ് എൻ്റെ വിനീതമായ